പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ താഴെയായിട്ട് കുറച്ചേറെ കമൻസ് വന്നു. അതിനുള്ള നല്ലൊരു മറുപടി ആയിരിക്കും ഇത്. കാരണം അതൊരു അറിവായി നമുക്ക് എപ്പോഴും ചാനലിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും മറുപടി നമ്മൾ കൊടുക്കുന്നത് ഒരു പുതിയ അറിവാണ്, ഞങ്ങൾക്കൊരു സബ്ജക്റ്റുമാണ്. ഇപ്പോൾ നമ്മൾ ഈ സൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലർ പറയുന്നു അതൊരു അലോസരം ഉണ്ടാക്കുന്നുണ്ട് ശബ്ദമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താണെന്ന് പറയലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും, മനുഷ്യനൊരു ജീവിയാണ്, ആ ഏതൊരു ജീവിയും പ്രതികരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻസാണ് ശബ്ദങ്ങളായിട്ട് വെളി വരുന്നത്. അതിൽ ഈ മാർഷൽ ആർട്ടിൽ ശബ്ദത്തെക്കുറിച്ച് മാത്രം പഠിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ മഹാവിഷ്ണുവിനെ പറയുമ്പോൾ ശംഖ് ചക്ര ഗദാപത്മം, അതിൽ ശംഖ് ഉപയോഗിക്കുന്നത് ശരിക്കും ശബ്ദത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം ചില ആയോധനകലകളിലൊന്നും ശബ്ദത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല, ചില ആയോധനകളിലുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ശരീരത്തെ റിജിഡാക്കാൻ, ടൈറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രീത്ത് ഔട്ടാണ്. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ശ്വാസം വെളിയിലേക്ക് വിടുന്ന സമയത്ത് ബോഡി മുറുകും. ആ ബോഡി മുറുകുന്ന സമയത്താണ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ചെയ്യാനുള്ള മാർഗം എതിരാളി അറിയാതെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട്, ഇപ്പം നിഞ്ച പോലുള്ള ഇതിൽ ശബ്ദങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല. ഇപ്പോൾ കളരിപ്പയറ്റിലും അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. എന്നാൽ വെസ്റ്റേൺ മാർഷൽ ആർട്സ് ആയിട്ടുള്ള കരാത്തെ, കുങ്ഫു ഇതിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കരാത്തയിലാണ് നമ്മൾക്ക് കിയായ് എന്ന് പറഞ്ഞൊരു ശബ്ദമാണ്. കിയായ്, KIAI, കിയായ് എന്നാണ്. അപ്പോൾ കി മീൻസ് എനർജി എന്നാണ്. ആയ് എന്നുള്ളത് ഔട്ട് ചെയ്യുന്ന ബ്രത്തിനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് കി ആ ഇ എന്ന് പറയുന്നത്. അപ്പോൾ അത് 3 രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം. കീ എന്ന് പറയുന്നത് നമ്മുടെ നേവൽ ചക്ര എന്ന് വരേണ്ട ശബ്ദമാണ്. കി, ഇതാണ് നേവൽ ചക്ര എന്ന് വരുന്ന ശബ്ദം. ആ വരുന്ന ശബ്ദത്തെ നമ്മൾ ഹാർട്ടിൻ്റെ ഭാഗത്തൊന്ന് ഹോൾഡ് ചെയ്യും. കി അവിടെ ഹോൾഡ് ചെയ്യും. ആയ് എന്ന് പറയുന്ന ഔട്ടാണ്. അപ്പോൾ ഇത് 3 കൂടുമ്പോഴാണ് കിയായ് എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത്. അത് എത്രമാത്രം ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് കി എന്നാണ് പറയുന്നത്. ക്ലിയർ? അത് വളരെ സ്ട്രോങ് സൗണ്ട് വരുന്ന സമയത്ത് കിയായ് എന്ന് നമുക്ക് വരുന്നുണ്ടാവും. പിടികിട്ടിയോ? അപ്പോൾ അതിൽ ബ്രൂസ്ലിയുടെ ഒരു രീതി വെച്ചിട്ട് അദ്ദേഹം പറയണത് ഏത് മൃഗവും ചെയ്യുന്ന ഇമോഷനുകളുണ്ട്. ഈ ഇമോഷനുകളിൽ വരുന്ന അവസാനമായിട്ടുള്ള എന്നുള്ള ശബ്ദമില്ലേ, അത് ഇമോഷണലി വരുമ്പോൾ അതിനൊരു പ്രത്യേകിച്ചൊരു ഫോം ഉണ്ടാകില്ല. അപ്പോൾ ബ്രൂസ്ലിയുടെ ജീത് കൊണ്ടോ പോലുള്ള കാര്യങ്ങളിൽ ഫോംലെസ് ഫോം എന്നാണ് പറയണത്. അതായത് പ്രത്യേകിച്ച് സ്റ്റൈൽ ഉണ്ടോയെന്ന് വെച്ചാൽ സ്റ്റൈലില്ല, പക്ഷെ അതാണ് അതിൻ്റെ സ്റ്റൈല്. ഇനിയാങ് തിയറി എന്നൊക്കെ പറയും. ഇതൊക്കെ വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറികളാണ്. അതായത് നമ്മൾ കൈ വലിക്കുന്നത് ഇന്നും കൈ കൊടുക്കുന്നത് യാങ്ങുമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇൻ മീൻസ് ബ്രീത്ത് ഇൻ, യാങ് മീൻസ് ഹിയേ. ഇപ്പോൾ ഹൂ, എന്ത് വവൽസ് വേണം നമുക്ക് ഉപയോഗിക്കാം. ശബ്ദങ്ങൾ പലതും ഉപയോഗിക്കാം. അതെല്ലാം ഇതുപോലുള്ള ചക്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവരെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ഒന്നൊരു സംഗതിയാണ്. രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ശബ്ദം പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞ അറയ്ക്കുക എന്ന് പറയത്തില്ലേ, നമ്മളൊന്ന് സ്റ്റക്കായി നിന്നു പോകും. ആ നിന്നു പോകുന്ന അവസ്ഥയെ നമുക്ക് ഉപയോഗിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിനാണ് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത്. ചിലതിൽ നമ്മൾ വെട്ടണ സമയത്ത് ഹസ്, ഹട്ട് ഇങ്ങനെ പറയുന്ന പല ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ശബ്ദശാസ്ത്രം എന്ന് പറഞ്ഞ് വളരെ ഡീപ്പായി മനസ്സിലാക്കാനുള്ളൊരു സംവിധാനമാണ്. ശബ്ദശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിയില്ലാത്തവർക്കാണ് ഇത് അലോസരമായി തോന്നുന്നത്. ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഡീപ്പായുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക്. ഈസ്റ്റിലെ കൺസെപ്റ്റും വെസ്റ്റിലെ കൺസെപ്റ്റും തമ്മിൽ നമ്മളൊരു താരതമ്യ പഠനത്തിന് തയ്യാറാവുകയാണ്. അതിൽ നമ്മുടെ കളരികളിലുള്ള വലത്ത് നേരെ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കറിയാം. അത് പ്രാക്ടീസിനുള്ളതാണ്, കിക്കല്ല. പലരും അത് പ്രാക്ടീസ് അല്ല, കിക്കാന്ന് മനസ്സിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നേരെ കിക്കാവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ചില നിയമങ്ങളുണ്ട്. ആദ്യം ഞാൻ വലത്ത് നേരെ കാണിക്കാം, അതിനുശേഷം കിക്കിലേക്ക് വരുന്നത് കാണിച്ചു തരാം. നോക്കാം. അപ്പോൾ വലത്ത് നേരെ, ഇത് കിക്കാകില്ല എന്ന് പറയാൻ കാര്യം, വലത്ത് നേരെ എടുക്കുമ്പോൾ നമ്മുടെ കാലുകൾ നിവർന്നാണ് പൊങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു തട്ട് തട്ടിയാൽ ഈ കാല് നേരെ തിരിച്ചു വരും. കിക്കാകണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എടുക്കുന്ന കാല് മുട്ട് മടങ്ങിയിരിക്കണം. ക്ലിയർ? മുട്ട് മടങ്ങിയിരിക്കണം. ഇവിടെ നിന്നാണ് കിക്ക് പോകേണ്ടത്. ക്ലിയറായോ? എൻ്റെ കൂടെ എന്താണെന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. ഈ കാല് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു മടക്ക് കിട്ടും. ഗ്രോവിൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ.
രണ്ടാമതാണ് ഇത് നിവർന്ന് മേളിലേക്ക് പോകുന്നത്. കറക്റ്റ് മനസ്സിലായി? അപ്പോൾ ഇതിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ കിക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ വലത്ത് നേരെയായിട്ട് ചെയ്താൽ ഉള്ള കുഴപ്പങ്ങളെക്കുറിച്ചാണ് പറയണത്. ഇനിയുള്ള പ്രത്യേകത, കിക്ക് ആവുമ്പോൾ എങ്ങനെയാണ് ഇത് മാറുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരെ മുകളിലേക്ക് കൊടുക്കണത് 3 ലെവലൊക്കെ ചെയ്യാം. നമുക്ക് നീ ലെവൽ ചെയ്യാം, വേസ്റ്റ് ലെവൽ ഇവിടെ ചെയ്യാം, ഫേസ് ലെവൽ ചെയ്യാം. ഇപ്പം നമ്മൾ പൊക്കുന്ന മാക്സിമം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ലെവൽ ഫേസ് കിക്ക് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലെവൽ ഫേസ് കിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയണത്. അതിനുശേഷം അതിൻ്റെ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഈ വിഷ്ണുവിൻ്റെ ഇതിൽ ശംഖുചക്ര ഗദാപത്മം നമ്മൾ പറയുന്നുണ്ട്. അതിൽ കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സിമ്പിൾ ആയിരിക്കുക, അറ്റാക്ക് വരുന്ന സമയത്ത് വളരെ കൂളായിരിക്കുക, കാമായിരിക്കുക. അതാണ് നമ്മൾ താമര കൊണ്ട്, പത്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശക്തമായ പ്രതിരോധം തീർക്കുക, ബലാബലമുള്ള പ്രതിരോധം തീർക്കുക, വേഗത കൂട്ടുക എന്നുള്ളതാണ് ഗദയുടെ പര്യായം എന്ന് പറയുന്നത്. ഇനിയും ശബ്ദത്തിൻ്റെ പര്യായം നമ്മളിപ്പോൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അതിൽ പറഞ്ഞതാണ് ശരിക്കും ശംഖം. ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെനിട്രേറ്റ് ചെയ്ത് കയറുക, വളഞ്ഞ് കയറുക എന്നുള്ളതാണ്. ഇത്രയും കൂടെ കൂടുമ്പോഴാണ് ഒരു അഭ്യാസമായി മാറുന്നത്. പക്ഷെ ഇത് നമ്മുടെ കേരളത്തിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മൾ ആഫ്രിക്കയിലുള്ള ജനങ്ങളെ ചെരുപ്പിട്ട മാതിരി വേണം. കാരണം അവിടെ ആർക്കും ചെരുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ ചെരുപ്പ് ഓരോരുത്തരെ ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ വരാൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് വായന കൂട്ടുക. നമ്മളിപ്പം ബ്രൂസ്ലിയുടെയൊക്കെ പടങ്ങൾ കാണുന്നുണ്ട്, ജെറ്റ്ലിയുടെ പടങ്ങൾ കാണുന്നുണ്ട്, ജാക്കി ചാൻ്റെ പടങ്ങൾ കാണുന്നുണ്ട്. ഓരോരുത്തരുടെ പടങ്ങൾ കാണുമ്പോൾ അതിനകത്ത് പഠിക്കാൻ കുറച്ചുണ്ടാവും. നമ്മളാകെപ്പാടെ കാണുന്നത് എന്തായിരിക്കും? ഇടി മാത്രമായിരിക്കും. അപ്പോൾ അത് അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വെസ്റ്റേൺ മാർഷൽ ആർട്സ് നന്നായിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനൊരു മനസ്സിലാക്കൽ എൻ്റെ പ്രേക്ഷകർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.